ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ മൈൻഡിനകത്തുള്ളത്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ എന്താണ് അവരുടെ ഒരു തോട്ട്സ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും ഇവരുടെ സ്വഭാവം ചിലപ്പോൾ വളരെയധികം ഇമ്മച്വർ ആയിരിക്കാം. അതായത് ചിലപ്പോൾ ഏജുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും കുട്ടികളുടെ പോലെ വാശി കാണിക്കുന്ന ഒരു സ്വഭാവം ആവാനുള്ള ചാൻസ് ഉണ്ട്. ചൈൽഡിഷ് ബിഹേവിയർ ഉള്ള ഒരു പേഴ്സൺ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ലൈഫിൽ പല സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യം വരുമ്പോഴും ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ദുർവാശി കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായിരിക്കാം. അപ്പോൾ പലപ്പോഴും എന്താണ് നേരെ വരുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലൈഫിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയായിരിക്കും. എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ്, അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ പല കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ദുർവാശി പിടിക്കുന്ന ഒരു പ്രകൃതമുള്ള പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ഇവർ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ പ്രത്യക്ഷത്തിൽ വളരെയധികം ധൈര്യമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരിടാനായിട്ടൊക്കെ ഞാൻ മതി എന്നുള്ള രീതിയിലൊക്കെ പ്രകടിപ്പിച്ച് വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടൊക്കെ ചിലപ്പോൾ കാണിച്ചേക്കാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ആക്ടിങ് മാത്രമാണ്. റിയലി ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പല കാര്യങ്ങളും വരുമ്പോൾ ഫേസ് ചെയ്യാനായിട്ട് പേടിയാണ്. കാരണം അവരുടെ മനസ്സിനകത്ത് പല കാര്യങ്ങളും നേരിടാനുള്ള ധൈര്യമില്ലാത്തൊരു പേഴ്സൺ തന്നെയാണ്. ചിലപ്പോൾ പല കാര്യങ്ങൾക്കും അവർക്ക് സപ്പോർട്ടിന് ആൾ കൂടെ വേണ്ടുന്ന തരത്തിലുള്ളൊരു സ്വഭാവമായിരിക്കാം. അതായത് ചിലവർക്കുണ്ട്, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിസ്സാര ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സപ്പോർട്ടിന് ആൾ വേണം. ഒറ്റയ്ക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ അടുത്തറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ അറിയായിരിക്കാം. അതായത് വലിയ ഡയലോഗും വർത്താനമൊക്കെ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഒരു ധൈര്യമൊന്നും ആൾ കാണിക്കണമെന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു തരത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മനസ്സിനകത്ത് ഒരു നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ഒരു ഡെത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അവസാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഒരു റീസ്റ്റാർട്ടിങ് ഉണ്ടാവുമോ. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയിലായിരിക്കും. കൂടുതലായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡെഡായിരിക്കുന്നൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ആളിത് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കിവിടെ റീബർത്തും വന്നിട്ടുണ്ട്. അതായത് ആളുടെ മൈൻഡിൽ ഇതിനകത്തൊരു റീബർത്ത് വേണമെന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഈ സിറ്റുവേഷൻ ഡെഡായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡെഡ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇനി ഞാനായിട്ട് അവരുടെ പുറകെ പോകുന്നില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും ആൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടായിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പറോ അങ്ങനെയുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോട് ചോദിക്കുന്നതായിരിക്കാം, സോഷ്യൽ മീഡിയാസ് വഴിയായിരിക്കാം. അപ്പോൾ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനായിട്ട് അതിയായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതിന് വേണ്ടിയിട്ട് ആൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആളുടെ ലൈഫിൽ ഇപ്പോൾ ആൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, അവരുടെ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കണ്ണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കാര്യം അറിയണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു എനർജി മനസ്സിലാവുന്നത്, നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു പേഴ്സണെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പോ നോ കോൺടാക്റ്റോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, ആ ഒരു പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. അതായത് കൂടുതലായിട്ട് അവരുടെ പുറകെ പോകാനോ അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാനോ, അല്ലെങ്കിൽ പഴയതുപോലെ അവരുടെ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കാനോ ഒന്നും നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഈ ഒരു പേഴ്സണിൽ നിന്ന് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്.
അതായത് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഇവരോടുള്ള ഇഷ്ടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് പോയിട്ട് നാണം കെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സേഫ് സോൺ നോക്കി മാറി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇവരെ നല്ല രീതിയിൽ നിരാശരാക്കുന്നുണ്ട്. അതായത് അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവർ നിങ്ങളെ ഒട്ടും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രിവിലേജ് കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു പേഴ്സൺ അതിൻ്റേതായിട്ടുള്ള ഒരു അസഹിഷ്ണുതയുണ്ട്. അപ്പം അങ്ങനെ വരണമെങ്കിൽ മേ ബി പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം മാറ്റി വെച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ശരണം എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ആളായിരിക്കാം. അല്ലെങ്കിൽ ഇവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവർക്ക് തീർത്തും ഒരു കെയർ കൊടുക്കാതെ മാറി നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒട്ടും സഹിക്കുന്നില്ല എന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ഡെത്ത് പീരീഡ് ഉണ്ടാവുന്നതിന് മുൻപ് നിങ്ങൾ നല്ല രീതിക്ക് ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഫോൾട്ട് ഉള്ളതെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി നിങ്ങളത് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങൾ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കാണിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നല്ല രീതിക്ക് മാറി നിൽക്കുകയാണ്. ഇവർക്ക് കൂടുതലായിട്ട് ഒരു പിടുത്തവും കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് തീരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ ഇതിനകത്ത് എന്ത് കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു ഡെത്ത് സംഭവിച്ചത് എന്നുള്ളത് നമുക്കിവിടെ വന്നിട്ടില്ല, അത് ക്ലിയറോ അല്ല. എങ്കിൽ കൂടിയും ഇവർക്ക് പെട്ടെന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തോ കുരുക്ക് ഇവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉള്ള കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ എനിക്കെന്താണ് കെയർ തരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പഴയതുപോലെ എന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതൊന്നും ചോദിക്കാനുള്ള ഒരു വോയിസ് ഈ ഒരു പേഴ്സണ് തൽക്കാലം ഇല്ല. കാരണം എന്തുണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളോടത് പഴയതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനെക്കുറിച്ച് ന്യായീകരണം ചോദിക്കാനൊന്നും ഇവർക്ക് സാധിക്കാത്തൊരു എനർജി തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ പുറകെ നിന്ന് പോവില്ല, നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. നമ്മളിനി ആട്ടി ഓടിച്ചു കഴിഞ്ഞാലും എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് കരുതിയിട്ടുണ്ടെങ്കിൽ പതിയെ അവർ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ അവരായിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീല് ഇവർക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും സഹിക്കാൻ സാധിക്കില്ല. ഈ ഒരു പേഴ്സണ് മാത്രമല്ല, പലർക്കും അത് ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ആ ഒരു സമയം പുറകെ നടക്കുമ്പോൾ ചിലപ്പോൾ ശല്യമാണെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും പിന്നീട് ഈ പറഞ്ഞ ശല്യവും ബുദ്ധിമുട്ടും ഈ ഒരു പേഴ്സൻ്റെ കെയറിങ്ങും ഒക്കെ കിട്ടാതെ ആകുമ്പോഴത്തേക്കും പതിയെ ഒരു ലോൺലിനെസ് തോന്നി തുടങ്ങും. അപ്പോൾ അതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ ഈ ഒരു പേഴ്സണും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ മനസ്സിലിപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, അപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു, ഞാനില്ലെങ്കിൽ ഇവർക്ക് പറ്റുമല്ലേ. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾ ഒരിക്കലും ഇവരെ വിട്ട് പോവില്ല, അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളായിട്ട് ഇങ്ങനെ മാറിപ്പോവില്ല, എപ്പോഴും പുറകെ നടന്നിട്ടുണ്ടാവും എന്നുള്ളൊരു തോന്നലിലായിരിക്കാം ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ എന്നാലും ഞാനില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിങ്ങളെ ചെയ്യാനും വേണ്ടിയിട്ട് സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മറന്നിട്ട് മറ്റേതെങ്കിലും രീതിയിൽ പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് അവർക്ക് എപ്പോഴും അറ്റൻഷൻ നിങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം. നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്വന്തമായിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ കുട്ടികളുടെ പോലത്തെ ചൈൽഡിഷ് ബിഹേവിയറാണ്. എൻ്റെ സാധനം എനിക്ക് മാത്രം, ഞാനത് ആർക്കും കൊടുക്കൂല. ചിലപ്പോൾ ഈ പിള്ളേർ പെൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലും കണ്ടിട്ടില്ല, അവർ ചിലപ്പോൾ അത് കുത്തി ഒടിച്ചൊക്കെ കളയും, പക്ഷെ വേറെ ആർക്കും കൊടുക്കൂല. അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഡെത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിന്ന് പോയത്, അവസാനിച്ചു പോയത്, എങ്ങനെ വേണമെങ്കിലും ആവാം. അതിൻ്റെ റീസൺ എന്താണെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരുപേക്ഷിച്ച് പോയാലും പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ വ്യക്തി ആരെങ്കിലും വന്നിട്ടാണോ, എന്താണ് സംഭവം എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് എനർജി ചിലവാക്കിയിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാറി നിങ്ങളുടെ വഴിക്ക് പോയി. അതായത് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഓർക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ ഇവരുടെ മുൻപിൽ പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. മേ ബി നിങ്ങളും കുറച്ചധികം ഹീലാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മാറിപ്പോകുമ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ഇവർ തരുന്നു. മേ ബി പാസ്റ്റിൽ നിങ്ങളാണ് ഇവരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ വരുന്നുണ്ടോ, ഇവരുടെ മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം മാറ്റി ഇപ്പോൾ പതിയെ പതിയെ മൂവിങ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പേഴ്സണാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്.
അപ്പോൾ പലർക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വൈരുദ്ധ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായേക്കാം. മേ ബി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിലായിരിക്കാം. ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. മേ ബി ചിലപ്പോൾ ഇതുപോലെ ഇതിന് മുൻപ് വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം അതിൻ്റെ മുൻകൈ എടുത്ത് ഈ ഒരു പേഴ്സണുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആവാൻ വേണ്ടി ചെന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ ആലോചന എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതല്ല, നിങ്ങൾ അവരിലേക്ക് എങ്ങനെ ചെല്ലും, അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വരാനോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ആവാനോ താല്പര്യമുണ്ട്, പക്ഷേ ഒരിക്കലും അവരുടെ ഒരു ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിനായിട്ട് അവരായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് നിങ്ങളിലേക്ക് വരികയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോയത് ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് അവരൊന്ന് ഹെസിറ്റേറ്റ് ചെയ്ത് ബാക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങോട്ട് പല പ്രാവശ്യവും അവരുടെ മുന്നിൽ കെഞ്ചി ചെന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വീണ്ടും നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് പഴയതുപോലെ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷമം. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നാണക്കേടാണ്, അല്ലെങ്കിൽ അവർക്കത് നിങ്ങളുടെ മുന്നിലൊരു കുറച്ചിൽ പോലെയാണ്. സോ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടുന്നില്ല, നിങ്ങൾ വീണ്ടും ചെന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം, അവരുടെ ആഗ്രഹം നടത്താം, റീകൺസിൽ ആവാം, എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് വളരെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആഗ്രഹം മാത്രമല്ല, അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളൊരു ആലോചനയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ചേക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, എന്താണ് അവരെക്കുറിച്ച് അന്വേഷിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഇവർ ചിലപ്പോൾ ആരെങ്കിലും ഇട്ടേക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സമീപിച്ചു എന്ന് വരാം. കാരണം ആ ഒരു തരത്തിലൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. നമ്മളേതോ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ ഇവർക്ക് ഇനി എന്തെങ്കിലും അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇവരോടൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുക എന്നുള്ള ഒരു സംഭവം ഇവർ നല്ല രീതിക്ക് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് കണ്ടതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ എനർജിയാണെന്നും പറഞ്ഞ് ഈ ഒരു പേഴ്സണോട് പോയിട്ട് കോൺടാക്റ്റ് ചെയ്യാനല്ല. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഈ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ മിക്സ്ഡപ്പ് ഓഫ് എനർജീസാണ്. ചിലവർക്ക് അത് വളരെ ശക്തമായിട്ട് ശരിയായേക്കാം, പക്ഷേ അത് ആരുടെയാണെന്നുള്ളത് നമുക്കതിനകത്ത് അത്രയും ഉറപ്പില്ല. അപ്പം നമ്മൾ ഇവിടെ റീഡിങ്സ് എല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാനും അത് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെയാണ് ശ്രമിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അതിനകത്ത് ആക്ഷൻ പോയിട്ട് എടുക്കരുത്. ആക്ഷൻ എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ റീഡിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ജനറൽ റീഡിങ് കേട്ടിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ തന്നെ സംഭവം എന്നും പറഞ്ഞിട്ട് ആ ഒരു പേഴ്സണോട് പോയിട്ട് സംസാരിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കോൺടാക്റ്റിലില്ല, അന്ന് ഇത് കേട്ടത് കാരണം പോയി ഒന്ന് മുട്ടിയേക്കാം, അങ്ങനെയല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ജനറൽ റീഡിങ് കേൾക്കുമ്പോൾ അത് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, ആക്ഷൻസ് എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പൊസസീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമെങ്കിൽ മനഃപൂർവ്വം ഇവരും കൂടി അറിഞ്ഞോട്ടെ, ഞാനിപ്പോൾ പഴയതുപോലെ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളും ഇവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അതായത് ചിലപ്പോൾ സ്റ്റേറ്റസ് ഇട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ എന്തെങ്കിലും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ ഹാപ്പി ആണെന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുറമെ പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞോട്ടെ, പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൺ അറിയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. സോ എത്രയും വേഗം നമ്മളുടെ കയ്യിലിരുന്നൊരു സാധനം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരുമ്പോൾ അത് വിട്ടുകൊടുക്കാനൊരു മനസ്സില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു രീതിയിൽ പരിഭ്രാന്തമായിട്ടിരിക്കുന്നൊരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലണം എന്ന് അവർ എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ആലോചിക്കുക, അല്ലെങ്കിൽ കുറച്ച് കണ്ണിങ് ആണ് ഈ ഒരു പേഴ്സൺ. അതായത് അവർക്ക് കുറച്ച് ഇന്നസെൻസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നൊരു കാര്യമുണ്ട്, അതിനോടൊപ്പം തന്നെ കുറച്ച് കണ്ണിങ്ങുമാണ്, അതായത് കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് കാണിച്ചതിൽ എന്തോ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അത് ഓപ്പണായിട്ട് വന്ന് അവരായിട്ട് തന്നെ തെറ്റേറ്റ് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ക്ഷണിക്കാനോ മടി പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്താനേ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞാലേ. പക്ഷേ അവർക്ക് അവിടെ താഴ്ന്നു തരാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വീണ്ടും ചെല്ലട്ടെ. അവരുടെ ആ ഒരു റോള് കളയാനായിട്ട് ആ ഒരു പേഴ്സൺ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മാറി തുടങ്ങി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ മാറി തുടങ്ങി എന്ന് അറിയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റെസണേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇവർ കുറച്ച് നാളും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ അതിനുശേഷം ഇവർ നിവൃത്തിയില്ലാതെ നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഇത് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയം, അതിനുള്ളിൽ തന്നെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ വരും എന്നുള്ളതാണ്. കാരണം അതുവരെയൊക്കെ അവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സൈക്കിൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ രണ്ടുപേരും മാറി മാറി നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ഈഗോ പിടിച്ച് നിൽക്കുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സൈക്കിൾ തീർച്ചയായിട്ടും എൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും ഇതിനുള്ള ഒരു നമുക്ക് ആ ഒരു റീബർത്ത് വന്നതുപോലെ വീണ്ടും ഒരു ന്യൂ സ്റ്റാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും നിങ്ങളുടെയും ഈ ഒരു പേഴ്സൻ്റെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് അധികം നാളെ ഇത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മളിത് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് ഇടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് തന്നെ സെപ്റ്റംബറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പലർക്കും നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഒരുപാട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക, ടൈം കൊടുക്കുക. അപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റിംഗ് ഉണ്ട് അവർ. അപ്പോൾ അതിനായിട്ട് നമ്മളായിട്ട് ഇടകൊടുക്കാതിരിക്കുക, അവരായിട്ട് നമ്മളിലേക്ക് വരട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ള സംഭവമൊക്കെയാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ എനർജി ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ സംഭവിക്കാനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.